എല്ലാവർക്കും നമസ്തേ. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്ന ഒരു ചെറിയ വീഡിയോ, അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന വീഡിയോയാണിത്. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടും കേട്ടും നോക്കുക. ശ്രീ ജയസുനാഥ കരുണാമൃത പാരിജാത ശ്രീ സത്യമാർഗ ശരണാഗത ദീനബന്ധോ ശ്രീ ബേത്ലഹേമ പുരജാത യഹോവ പുത്ര ശ്രീ കന്യകാമരിയജം ഭജ യേസുരാജം ശ്രീ ക്രിസ്തുനാഥ പരലോക മഹാത്മപുത്ര ശ്രീ ശക്തിയുക്ത വിനിവേശിന ദക്ഷിണസ്ഥ മേഘാധിരൂഢ മഹിമാൻവിത ദിവ്യ തേജ ശ്രീ കന്യകാമരിയജം ഭജ യേസുരാജം പരിഭൂഷിത പാവന മൂർത്തിമയോ സുമമാനസ സത്യസുധാലഹരി വിലസല്ലലിതാമല കീർത്തിയുതോ പ്രണതോസ്മി വിഭും മരിയാതനയം രാജ. ഇനി യശശരീരനായ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ SP ബാലസുബ്രഹ്മണ്യം ആലപിച്ച വിശ്വനാഥാഷ്ടകത്തിലെ ചില വരികളും കേൾക്കുക. ഗംഗാതരംഗ രമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയ മനംഗമദാപഹാരം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം വാചാമഗോചരമനേക ഗുണസ്വരൂപം വാഗീശ വിഷ്ണു സുരസേവിത പാദപീഠം വാമേന വിഗ്രഹവരേണ കളത്രവന്തം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം ഭൂതാധിപം ഭുജഗഭൂഷണഭൂഷിതാംഗം വ്യാഘ്രാജിനാംബരധരം ജടിലം ത്രിനേത്രം പാശാങ്കുശാഭയവരപ്രദശൂലപാണിം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. ഇപ്പോൾ നിങ്ങൾ ഇത് രണ്ടും കേട്ടു, മറ്റേ ആദ്യത്തെ വീഡിയോ കാണുകയും ചെയ്തു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിപ്പോൾ വളരെയേറെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പം കുറേ നാളുകൾക്കും ഇപ്പോൾ അല്പം ഒന്ന് കെട്ടടങ്ങി നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഛത്തീസ്ഗഡിൽ കുറച്ച് സുവിശേഷകരെ ജനക്കൂട്ടം ആക്രമിച്ചെന്നും അവരെ കേസെടുത്ത് ജയിലിൽ അടച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലം രാജ്യത്തുടനീളം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് മറ്റുള്ള ഭാഗങ്ങളിലൊന്നും ഏറ്റില്ലെങ്കിൽ കേരളത്തിൽ കുറേയേറെ ചർച്ചാ വിഷയമായ കാര്യമാണ്. പിന്നെ രാജസ്ഥാനിൽ ഒരു പാസ്റ്റർക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് പല ഭാഗങ്ങളിലും നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്, കാണുന്ന വാർത്തയാണ്. അത് വെച്ച് നോക്കുമ്പോൾ വളരെയേറെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മുമ്പ് കണ്ട ആ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ, ആ രണ്ട് വീഡിയോകളിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് SP ബാലസുബ്രഹ്മണ്യം ആലപിച്ച വെങ്കടേശ്വര സുപ്രഭാതം, അതുമായിട്ട് സാമ്യം തോന്നുന്നില്ലേ? ആദ്യത്തെ ആ വീഡിയോ കണ്ട് കേട്ട ആ ഗാനത്തിന് SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ശബ്ദത്തിനോടൊപ്പം സാമ്യമുള്ള ഒരു ശബ്ദം, ആ വെങ്കടേശ്വര സുപ്രഭാതത്തിൻ്റെ അതേ ഈണം. എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതേപോലെ തന്നെ ആ വീഡിയോയിൽ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെയും കന്യാമറിയത്തിൻ്റെയും ചില ചിത്രങ്ങൾ. അതിനകത്തിൽ നമ്മുടെ ഹൈന്ദവ ദേവതമാരുടെ വേഷത്തിൽ ഭസ്മക്കുറിയും തൊട്ട് പൊട്ടും തൊട്ട് തികച്ചും ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഹിന്ദു ദേവതമാരാണെന്ന് തോന്നുന്ന രീതിയിലുള്ള കുറേ ചിത്രങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും അത് ഹിന്ദു ദേവതയല്ല, യേശുക്രിസ്തുവിനെ ആ രീതിയിൽ
വരച്ച് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും. അത് ആന്ധ്രയിലെ കർണാടക, തെലങ്കാന, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിലും വ്യാപകമായി നടക്കുന്ന മതപരിവർത്തന ശ്രമം. നമ്മുടെ ഹിന്ദു ദേവതമാരുടെ അതേ രീതിയിൽ വേഷം ധരിപ്പിച്ച് ചിത്രം രചിച്ച് അത് നിരക്ഷരരായിട്ടുള്ള, തികച്ചും ഗ്രാമീണരായിട്ടുള്ള, നിരക്ഷരരായിട്ടുമുള്ള ഹിന്ദു സമൂഹത്തിനിടയ്ക്ക്, ആദിവാസികൾ, ദളിത് വിഭാഗം, ഇതേപോലുള്ള ആൾക്കാരുടെ മുന്നിൽ അവരുടെ ഇടയ്ക്ക് പ്രചരിപ്പിക്കും. ഈ മറ്റുള്ളവരെക്കാട്ടിൽ കൂടുതൽ ദൈവഭയത്തിൽ കഴിയുന്നവരാണ് ഈ വിഭാഗങ്ങൾ. എന്നുവെച്ചാൽ നിരക്ഷരാണ്. അവരെപ്പോഴും അവരുടെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന, ഈശ്വരനാണ് ഇതെല്ലാം വരുത്തി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു മുക്തി, ഈശ്വര ഭജനം അല്ലെങ്കിൽ ഈശ്വരൻ ദൈവഭയത്തോടു കൂടി ജീവിച്ചാലേ ഉണ്ടാകൂ എന്നുള്ള ചിന്തയിൽ കഴിയുന്ന ആൾക്കാരുടെ ഇടയ്ക്കാണ് ഇത്തരം ചിത്രങ്ങളും പ്രചരിപ്പിച്ച് ഇതേപോലുള്ള ഗാനങ്ങളും പ്രചരിപ്പിച്ച് ഇവർ നടക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് കേട്ട് ആദ്യം ഇത് കണ്ടു കഴിയുമ്പോൾ ഞാൻ വിളിക്കുന്ന ദൈവം, ഞാൻ വിളിക്കുന്ന മഹാവിഷ്ണു, അല്ലെ ഞാൻ വിളിക്കുന്ന ശിവൻ, അല്ലെ ഞാൻ വിളിക്കുന്ന സുബ്രഹ്മണ്യൻ, അല്ലെ ഞാൻ വിളിക്കുന്ന ദേവിമാര് അവരെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഇതിൽ ആകൃഷ്ടരായിട്ട് നേരെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് കൊണ്ട് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ കളിയാക്കി പറയായിരുന്നു, പാൽപ്പൊടി അതും കൊടുത്ത് മതം മാറ്റിയെന്നൊക്കെ പറയുമായിരുന്നു. അത് കളിയാക്കൽ തന്നെ അല്ല. അത് ഈ പാൽപ്പൊടി എന്ന് നമ്മൾ പറയുമെങ്കിലും അത് പോഷകം ഉള്ള സാധനങ്ങൾ കൊണ്ട് കൊടുത്തു മാറ്റുന്നു എന്ന അർത്ഥത്തിലായിരുന്നു പറയുന്നത്. അതിനു പകരം ഇത്തരം ആൾക്കാർക്ക് എന്തെങ്കിലും കുറച്ച് അരിയോ അതുപോലുള്ള കുറേ സാധനങ്ങളോ ഒക്കെ ആയിട്ടാണ് ഇവർ ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞിട്ട് ഇതും കൊടുത്ത് ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരാ, നിരക്ഷരായിട്ടും ഒക്കെ ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും താഴെയിൽ കിടക്കുന്ന ആൾക്കാരെന്നേരം മനസ്സിൽ കരുതുന്നു, ഇത്രയും നാൾ ഞാൻ ദൈവത്തിനെ വിളിച്ച് എൻ്റെ ഒരു ഫലം കണ്ടു തുടങ്ങി, ആ ദൈവമാണ് എനിക്കിതൊക്കെ കൊണ്ട് എത്തിച്ചു തരുന്നത് എന്നുള്ള ചിന്ത മനസ്സിൽ അവർക്കുണ്ടാകും. അങ്ങനെ അവർ വിളിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നുള്ള രീതിയിൽ ആ ദൈവം അയച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് ഈ ഞങ്ങളെ വന്ന് സമീപിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവരോട് സഹകരിക്കാൻ തുടങ്ങും. ഇങ്ങനെ സഹകരണം കുറേ നാളിങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഇവർ ചെറുകെ ഇവരുമായിട്ട് നല്ല അടുപ്പം സ്ഥാപിക്കും. കാരണം അവർക്ക് പട്ടിണിക്കാരന് ആഹാര സാധനങ്ങൾ കൊടുക്കുന്നു, രോഗിക്ക് ചികിത്സയ്ക്കുള്ള സൗകര്യം കൊടുക്കുന്നു, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അതെല്ലാം ഇവർ കരുതുന്നതാണ്, ഞാൻ വിളിക്കുന്ന എൻ്റെ ദേവൻ, എൻ്റെ മഹാവിഷ്ണു, അല്ലെ എൻ്റെ കൃഷ്ണൻ, എൻ്റെ ശങ്കര ഭഗവാൻ, ഭോലേനാഥൻ, ആ ദൈവങ്ങളുടെ അനുഗ്രഹം ആണ് എന്ന് കരുതി ഇവരുമായിട്ട് അടുക്കും. അങ്ങനെ ഒരു നല്ലൊരു ആത്മബന്ധം സ്ഥാപിച്ച് കഴിഞ്ഞാണ് ഇവരുടെ തനിനിറം പുറത്തു വരുന്നത്. ഇവരപ്പോഴത്തെ ഇവരുടെ ഇതങ്ങ് മാറും. ഇത് കണ്ടില്ലേ, ഇത് നിങ്ങൾ വിളിക്കുന്ന ദൈവം തന്നെയാണിത്, അദ്ദേഹത്തിൻ്റെ ആ വേഷം ഇതെല്ലാം നോക്കിക്കോളൂ, അത് നമ്മൾ മറ്റൊരു രീതിയിൽ നമ്മൾ ആരാധിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവരെ നമുക്ക് തന്നെ അറിയാം. കൃഷ്ണൻ്റെ എത്ര വേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ശിവനാണെങ്കിൽ ഏതൊക്കെ വേഷത്തിൽ നമ്മൾ ഈ ചിത്രകാരന്മാർ വരയ്ക്കാറുണ്ട് എന്ന് പറയുന്നിട്ട് സ്വാഭാവികമായിട്ട് ഈ ജനങ്ങൾ വിചാരിക്കുന്നത് ശരിയാണ്, ഭഗവാനെ തന്നെ പല വേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ മറ്റൊരു വേഷത്തിൽ ഭഗവാൻ ചിത്രീകരിച്ചതാണെന്നുള്ള രീതിയിൽ ഇവർ അങ്ങോട്ടങ്ങ് അടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇത്തരക്കാർ ഈ തീർത്തും ക്രിസ്തു മതത്തിലേക്ക് ഈ പാവപ്പെട്ട ജനങ്ങളെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും കുറേ നാൾ ഇങ്ങനെ ഈ രീതിയിൽ പ്രവർത്തിച്ചൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആൾക്കാർ വിചാരിക്കും, എന്തായാലും അതും ഇതും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്, അങ്ങോട്ടങ്ങ് പോയേക്കാം എന്ന് തുടക്കത്തിൽ വിചാരിച്ച് അങ്ങ് ഇതിൽ
എന്നിട്ട് ആകൃഷ്ടരായി അവരോടൊപ്പം കൂടി കുറേ നാൾ ഇവരുടെ കൂടെ നടന്നു കഴിഞ്ഞിട്ട് ഇവരുടെ ആരാധനാ സമ്പ്രദായത്തിൽ കൊണ്ടുവന്നിട്ട് ഇവരുടെ വേദപുസ്തകമൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ആണ് ഈ ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഇവർ മതപരിവർത്തനം ചെയ്യുന്നത്. നേരായ മാർഗത്തിൽ ഇവർ പറയുന്നു, ഞങ്ങൾ നിഷ്കാമ സേവനമാണ് ചെയ്യുന്നത്, ഞങ്ങൾ ആരെയും മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് ചോദിക്കേണ്ടത്, പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഗാനം, ഈ ഹിന്ദു ആരാധനാ ക്രമത്തിലുള്ള ഈ ഗാനങ്ങൾ നിങ്ങൾ മാറ്റിമറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ രീതിയിൽ പുനരവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് എന്തു മറുപടി തരാൻ കഴിയും? അവരോട് തന്നെ ചോദിക്കാം, നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ യേശു ക്രിസ്തുവിനെ സുബ്രഹ്മണ്യ സ്വാമിയുടെയോ അല്ലെ ശിവൻ്റെയോ അല്ലെ മറ്റേതെങ്കിലും ഒരു ദേവൻ്റെ രൂപത്തിൽ ചിത്രീകരിച്ച് ഇവരുടെ അടുത്തെത്തിക്കുന്നത്? കന്യാമറിയത്തെ ഇതേപോലെ ദേവീഭാവത്തിൽ നിങ്ങൾ എന്തിനാണ് ചിത്രീകരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അങ്ങ് മതപ്രചരണമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പ്രവർത്തിച്ചാൽ പോരെ? ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണോ എന്ന് ചോദിച്ചാൽ ഇവരെന്ത് മറുപടി പറയും? അവർക്ക് പറയാൻ മറുപടി ഒന്നുമില്ല. കാരണം ഇതെല്ലാം ചെയ്യുന്നത്, ഈ സേവന പ്രവർത്തനങ്ങളിൽ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്ന മാനവസേവ മാധവസേവയാണ് ഹിന്ദു സമൂഹം പറയുന്നത്, സനാതന ധർമ്മം പറയുന്നത്. മനുഷ്യനെ സേവിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവർ നേരെ തിരിച്ചാണ്. ഇവർ മനുഷ്യനെ സേവിക്കുന്നത് അവരുടെ മതം വളർത്തുക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയാണ്. അതായത് ഈ സമൂഹത്തെ മൊത്തം അവരുടെ മതത്തിൽ കൊണ്ടുവന്നിട്ട് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും അതിൻ്റെ ആ ഒരു ഘടനയെ തന്നെ മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സുവിശേഷ പ്രവർത്തകർ മൊത്തം പ്രവർത്തിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നാട്ടിൽ തന്നെ നിന്നിട്ട് ഈ സേവന പ്രവർത്തനം നടത്തിയാൽ പോരെ? അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സേവന പ്രവർത്തനമാണ് അവർക്ക് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ആ പ്രദേശങ്ങളിൽ ആരെയും ഇതേപോലുള്ള NGOസിനെ, അത് ഈ ഹിന്ദു ധർമ്മത്തിൽപ്പെട്ടാകട്ടെ, ഹിന്ദുക്കളാണല്ലോ അവിടെ കൂടുതൽ, അങ്ങനെയുള്ള NGOസിൽ കൂടി ഇവർക്ക് സഹായം എത്തിച്ചു കൊടുത്താൽ പോരെ? അവർക്ക് ചെയ്യാമല്ലോ. ഇപ്പം ഇത്തരം സുവിശേഷ സംഘം ഇങ്ങനെ ഈ മതപരിവർത്തനത്തിന് ഇറങ്ങാതെ ഇത്തരക്കാരെ കണ്ടെത്തുക. ഇപ്പോൾ ഇവർ തന്നെ വിദേശത്തു നിന്ന് ഒരുപാട് ഫണ്ട് വരുത്തുന്നുണ്ട്. ഇവർ ഇവിടെ സേവനം നടത്തുന്നു എന്ന് പറഞ്ഞാണ് ഈ ഫണ്ടുകളെല്ലാം വരുത്തുന്നത്. അതിന് വിനിയോഗിക്കാനാണെന്ന് പറഞ്ഞാണ് വരുത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് ഓരോ സംസ്ഥാനം, ഛത്തീസ്ഗഡ് ആകട്ടെ, ആന്ധ്ര ആകട്ടെ, തെലങ്കാന ആകട്ടെ, ബീഹാർ ആകട്ടെ, ഏതൊരു പ്രദേശത്തുമുള്ള സംഘടനകളിൽ കൂടി, സന്നദ്ധ സംഘടനകളിൽ കൂടി അവർക്ക് ഈ പാവപ്പെട്ടവരിൽ സഹായം എത്തിക്കാൻ കഴിയില്ലേ? കഴിയും. പക്ഷെ അവർ അത് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നാൽ, അങ്ങനെ ഇവർ സഹായം എത്തിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് മതപരിവർത്തനം എന്ന ആ ഒരു കാര്യം നടക്കുകയില്ല, അവരുടെ മതത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാൻ കഴിയുകയില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതേ രീതിയിലുള്ള തട്ടിപ്പും തരികിടയും നടത്തി ജനങ്ങൾക്കിടയിൽ ഇത്തരക്കാർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ചില ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഈ ക്ഷേത്രത്തിൻ്റെ രീതിയിൽ ഈ പള്ളി പണിയുക. പള്ളി നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. അതിന് പകരം ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ പള്ളികൾ പണിഞ്ഞിട്ട് അവിടെ ഈ അലങ്കാര ഗോപുരമൊക്കെ ഉണ്ടാക്കും. അവിടെ അത് കൊത്തുപണി അതുപോലെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നതെല്ലാം ഇതേപോലെ നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ഈ ദേവത സങ്കല്പം എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിലാണ് അവർ ചെയ്യുന്നത്. അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അവരുടെ ലോകത്ത് എവിടെ പോയി നോക്കിയാലും അവരുടെ സംസ്കാരവും ഇവർ ചിത്രീകരിക്കുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം അവരുടെ ഒരു രീതിയിലുമുള്ള സാമ്യപ്പെടുത്താൻ കഴിയുന്ന സംസ്കാരമല്ല ഭാരതീയ സംസ്കാരം. അങ്ങനെയുള്ളപ്പോൾ ഈ ഇത്തരക്കാർ ഈ തട്ടിപ്പും തരികിടയും കാണിച്ച് ജനങ്ങളെ മതം മാറ്റാൻ നടത്തുന്ന ശ്രമങ്ങൾ തന്നെയാണ് ഈ ഛത്തീസ്ഗഡ് ആകട്ടെ മറ്റേത് സംസ്ഥാനങ്ങളിലും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അവരത് നിർത്തിയിട്ട് മാന്യമായിട്ടും മര്യാദയ്ക്കും
പ്രവർത്തനം നടത്തിയാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറില്ല. എന്നിട്ട് ഇവരൊക്കെ ഒരിതുകൊണ്ട് അവരുടെ ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിയാകാൻ അവർ തയ്യാറാവുകയാണ്. സ്വന്തം ജീവനും കൊടുത്താണ് നിങ്ങളെ രക്ഷിച്ചത് എന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച നമ്മുടെ ദൈവത്തിന് വേണ്ടി നമ്മളും രക്തസാക്ഷികളാകാൻ തയ്യാറാകണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ഇവർ ഈ മതപരിവർത്തന ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും ജനങ്ങൾ പിടിച്ചു കെട്ടിയിട്ട് ഇത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരാൾ വന്ന് എൻ്റെ ഒരു ബന്ധുവിൻ്റെ എൻ്റെ വീട്ടിലല്ലേ എൻ്റെ ഒരു ബന്ധുവിൻ്റെ അടുത്ത് വന്ന് ഇതേപോലെ അവരെ ഇങ്ങനെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചാൽ, അല്ലെ എൻ്റെ സമൂഹത്തിൽ എൻ്റെ ഗ്രാമത്തിൽ ഇങ്ങനെ വന്ന് കുറേ ആൾക്കാരിങ്ങനെ ഇത് ശ്രമിച്ചാൽ എനിക്ക് സഹിക്കത്തില്ല. ഞാൻ പ്രതികരിക്കും. എന്നോടൊപ്പം പ്രതികരിക്കാൻ പല ആൾക്കാരും കാണും. അത് തന്നെയാണ് ഈ ഛത്തീസ്ഗഡിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു നടക്കും ഗ്രഹാം സ്റ്റെയിൻസിനെ കത്തിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. ഗ്രഹാം സ്റ്റെയിൻസ് ഏത് രാജ്യക്കാരന്? അവനും അവൻ്റെ കുടുംബം ഇവിടെ വന്ന് കഴിഞ്ഞ എന്തിനാണ്? അവിടുന്ന് അവരുടെ സഭയുടെ നിർദ്ദേശമനുസരിച്ച് ഒറീസയിൽ വന്ന് താമസിച്ച് അവിടെ ജനങ്ങളെ മതപരിവർത്തനം ചെയ്യിക്കുക, ഇതേ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് പ്രലോഭനങ്ങൾ നൽകി, അത് ആഹാരത്തിൽ കൂടെയാകാം ധനത്തിൽ കൂടെയാകാം, ഏത് രീതിയിൽ നൽകി അവരെ ഇതേ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു വിദ്വാനായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. അയാളും അയാളുടെ കുടുംബവും. ആ ജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ ഇതിൽ പ്രകോപിതരായി അവർക്ക് സഹിക്കുന്നതിനും അപ്പുറം ആയപ്പോൾ അവരുടെയൊക്കെ ബന്ധുക്കളുടെ വീട്ടിൽ വരെ ഇവരെ ഈ രീതിയിൽ എത്തിച്ചേർന്നുവെന്ന് അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ ഉണ്ടായ ആ ദാരുണമായ സംഭവം. അത് ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. കാരണം നമുക്കൊരാളിനെ കൊല്ലാനുള്ള അവകാശമില്ല. ദൈവം തന്ന ജീവനാണ്. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, അഹിംസ നമ്മുടെ ഹിന്ദുധർമ്മത്തിൻ്റെ അടിസ്ഥാന ഘടകമാണെങ്കിലും ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ധർമ്മം സംരക്ഷിക്കാൻ നമ്മൾക്ക് ഹിംസയാകാം എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് മഹാഭാരത യുദ്ധം. ബന്ധുക്കളെ തന്നെ കൊന്നൊടുക്കേണ്ടി വന്നു ധർമ്മം സംരക്ഷിക്കാനായി എന്ന് പറഞ്ഞതുപോലുള്ള ഒരു പ്രതികരണമായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നടന്നത് അത് തന്നെയായിരുന്നു. അല്ലാതെ കാര്യമില്ലാത്ത ഒരു സംഭവവും ഇവിടെ എങ്ങും നടന്നിട്ടുമില്ല, നടക്കുന്നുമില്ല, ഇനിയോട്ട് നടക്കാൻ പോകുന്നതുമില്ല. ഇത്തരക്കാർ ഈ രീതിയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നവർ ആദ്യം മനസ്സിലാക്കുക, പണ്ടത്തെ കാലമല്ല ഇപ്പോൾ. ഇപ്പോൾ ഏതേലും എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ അടുത്ത് സുവിശേഷം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാനതിൽ നല്ല പുട്ടിയിൽ കൊടുക്കും. ആദ്യം സമാധാനപരമായിട്ട് പറയും, സഹോദരൻ എനിക്ക് ഇതിനകത്ത് താല്പര്യമില്ല, എൻ്റെ ദൈവത്തിൽ അല്ലേ എനിക്ക് വിശ്വാസം, എൻ്റെ വീട്ടിൽ ദയവ് ചെയ്ത് വരരുതെന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ തുടങ്ങി ഞാൻ അടി കൊടുക്കും. ഇങ്ങനെയുള്ള ഞാൻ ദില്ലിയിൽ വെച്ച് ഒക്കെ എനിക്കുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ അത് അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.